3 മാസങ്ങൾക്കപ്പുറം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ അതിഗംഭീര വിജയത്തിന്റെ ആവേശത്തിലിരിക്കുന്ന UDF അണികളിൽ ഇരട്ടി ആവേശം വിതറിയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മികച്ച വിജയത്തിന്റെ ഘടകങ്ങൾ നിയമസഭയിലും UDFന് മേൽക്കൈ നൽകുമെന്ന ഉറച്ച വിശ്വാസം കേരളത്തിലെ UDF നേതൃത്വത്തിനുമുണ്ട്. സമീപകാലത്തെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം, ഒപ്പം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പിടിയിലായ CPM നേതാക്കൾ, അഭൂതപൂർവമായ വിലക്കയറ്റം, ഇവയെല്ലാം UDFന് വിജയം സമ്മാനിച്ച ഘടകങ്ങളാണ് എന്നാണ് UDF വിശ്വസിക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം നിയമസഭയിലും മികച്ച വിജയം സമ്മാനിക്കുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ആത്മവിശ്വാസത്തിന് ഊർജവും ആവേശവും പകർന്നാണ് രാഹുൽ ഗാന്ധി എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിച്ച UDFന്റെ അടുത്ത ഊഴം നിയമസഭയാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ UDF പ്രവർത്തകർക്ക് ആവേശം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന KPCCയുടെ മഹാപഞ്ചായത്ത് ഒരർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കാഹളമായിരുന്നു. 2026 കേരള നിയമസഭയിലേക്കുള്ള UDF വിജയത്തിന്റെ നാന്ദി കുറിക്കലായാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ UDF പ്രവർത്തകർ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ അടിത്തട്ടിലെ അതിഗംഭീര വിജയം നിയമസഭയിലും ആവർത്തിക്കാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധി. തന്റെ ആത്മവിശ്വാസത്തിന്റെ കനൽ UDF പ്രവർത്തകരിലേക്ക് കൂടി പകർന്ന് ആളിക്കത്തിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. കഴിഞ്ഞ മാസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിത്തട്ടിൽ പോലും UDFനുണ്ടായത് വൻ വിജയമായിരുന്നു. ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയായ പഞ്ചായത്തുകളിലുണ്ടായ വിജയം UDFന് നൽകിയ ആത്മവിശ്വാസവും ചെറുതല്ല. ഈ ആത്മവിശ്വാസവുമായാണ് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. മികച്ച രീതിയിൽ തന്നെ നല്ല കെട്ടുറപ്പോടെ മുന്നോട്ടു നീങ്ങുന്ന UDFന് ഇരട്ടി ആത്മവിശ്വാസം പകർന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി എത്തിയത്. മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ UDF നേതാക്കളോട് താൻ നടത്തിയ പ്രവചനത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ഗംഭീര വിജയം നേടുമെന്ന് മാസങ്ങൾക്ക് മുൻപുള്ള മീറ്റിംഗുകളിൽ തന്നെ താൻ പറഞ്ഞിരുന്നു. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിച്ചു. ഇനി നിയമസഭയുടെ ഊഴമാണ് എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത്. ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നും ഇത് വിജയം സമ്മാനിക്കും എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. UDFന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിലൂടെ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയായ പഞ്ചായത്തുകളിലെ മികച്ച വിജയം ആഹ്ലാദം നൽകുന്നതാണ്. ഭരണഘടന നിലനിൽക്കണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഓരോ വ്യക്തിയുടെയും വോട്ട് സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ് എന്ന് SIRനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. RSSനെയും BJPയെയും നിശിതമായി വിമർശിക്കുന്നതായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ആശയപരമായി തന്നെ RSSും BJPയും കോൺഗ്രസും തമ്മിൽ ഏറെ അന്തരമുണ്ട്. സ്വതവേ ഭരണ സംവിധാനങ്ങളുടെ അധികാര കേന്ദ്രീകരണമാണ് RSSും BJPയും ലക്ഷ്യമിടുന്നത്. ജനങ്ങളല്ല അവർക്ക് വലുത്. ജനങ്ങളുടെ ശബ്ദം ലോകത്തെ കേൾപ്പിക്കാനുമല്ല അവർ ശ്രമിക്കുന്നത്. മറിച്ച് സ്വന്തം ആശയങ്ങൾ അടിമകളാകുന്ന ഒരു കൂട്ടത്തെ മാത്രമാണ് RSSനും BJPക്കും ആവശ്യം. എന്നാൽ കോൺഗ്രസ് ആകട്ടെ അധികാരം കേന്ദ്രീകരിക്കുന്നതിന് പകരം അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമാക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് രാഹുൽ പറയുന്നു. ഇതിന് ഉദാഹരണമായി പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്ന് രാഹുൽ ഗാന്ധി ചരിത്രമുദ്ധരിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. 1978 അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഭേദഗതിയിലൂടെ ത്രിതല പഞ്ചായത്ത് സംസ്കാരം കൊണ്ടുവന്നത് എന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ മതിമറന്ന് അലസന്മാരാകരുത് എന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യത്തിന്റെ പാതിവഴി മാത്രമേ പിന്നിടുന്നുള്ളൂ. ഇതേ ഊർജ്ജത്തോടെയും ആവേശത്തോടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം ജനപ്രതിനിധികൾ എപ്പോഴും ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണമെന്നും ഐക്യത്തോടെ മുന്നേറണമെന്നും അതുവഴി നിയമസഭാ ഭരണം പിടിക്കാൻ കഴിയുമെന്നുമാണ് രാഹുൽ അണികൾക്കും ജനപ്രതിനിധികൾക്കും നൽകിയിട്ടുള്ള നിർദ്ദേശം. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നത് വേദനയുണ്ടാക്കുന്ന കാഴ്ചയാണ്. വലിയ നേട്ടം കൊയ്യുന്ന പ്രവാസി സമൂഹത്തിന് അവർ വിദേശത്ത് ചെയ്യുന്ന ജോലികൾ ഇവിടെയും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ UDF പരിശ്രമിക്കണമെന്ന നിർദ്ദേശവും രാഹുൽ ഗാന്ധി നൽകിയിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും അദ്ദേഹത്തിന്റെ കേരളത്തിലേക്കുള്ള വരവും UDFന് വലിയ ആത്മവിശ്വാസം സമ്മാനിച്ചിട്ടുണ്ട്. പ്രവർത്തകരും വലിയ ആവേശത്തിലായിരുന്നു.